ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഇപ്പൊ ചൊല്ലിയത് മൃത്യുഞ്ജയ മഹാമന്ത്രം. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകം ഇവ ബന്ധനാത് മൃത്യോഹോ മുക്ഷീയ മാ അമൃതാത്. എന്താണ്? ഞങ്ങള് ത്രയംബകം യജാമഹേ. ഞങ്ങള് ത്രയംബകം, പരമശിവന്റെ വില്ലാണ് ത്രയംബകം. ഭഗവാന് ത്രയംബകേശ്വരൻ എന്നൊരു പേരൊക്കെ ഇട്ടു. എന്താണ് ത്രയംബകം? ആ ഉ മ, അകാരം ഉകാരം മകാരം, ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ, അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. സൃഷ്ടി സ്ഥിതി സംഹാരം, സത്വം രജസ് തമസ്, ജാഗ്രത് സ്വപ്ന സുഷുപ്തി, ഇതൊക്കെ ഈ മൂന്ന്. അതുപോലെ പ്രണവത്തിലെ ആ ഉ മ. അപ്പോൾ പ്രണവത്തെ ഞങ്ങൾ, പ്രണവമാണ് മഹാധനു, പ്രണവോധനു എന്നാണ്, ഞങ്ങൾ അതിനെ യജിക്കുന്നു. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. ഈ ലോകത്ത് നമുക്ക് എല്ലാവിധത്തിലുള്ള തുഷ്ടിയും പുഷ്ടിയും ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും സർവവിധത്തിലും പുഷ്ടി ഉണ്ടാകട്ടെ. സുഗന്ധിം പുഷ്ടിവർദ്ധനം. പിന്നെയോ ഉർവാരുകം ഇവ ബന്ധന. ഞാനും ലോകവും തമ്മിലുള്ള ബന്ധനം ഉർവാരുകം പോലെയാകട്ടെ. ഒരു വള്ളിയിലുണ്ടാകുന്ന ഫലമാണ് മത്തൻ, ഇളവൻ, വെള്ളരി, കുമ്പളങ്ങ എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, പടവലം. ഫലങ്ങൾ പലതും അത് പാകമായി കഴിഞ്ഞാൽ വള്ളിയിൽ നിന്ന് തനിയെ ഞെട്ടറ്റു വീഴും. ഇവൻ നാളികേരമൊക്കെ നന്നായി ഉണങ്ങി പാകമായി കഴിഞ്ഞാൽ അത് തനിയെ താഴെ വീഴും. മാമ്പഴമാണെങ്കിലും എല്ലാറ്റും. അപ്പം ഈ ഫലങ്ങളെല്ലാം അതിൻ്റെ ശിഖരത്തിൽ നിന്നോ വള്ളിയിൽ നിന്നോ ഒക്കെ പാകമായാൽ അനായാസേന ഞെട്ടറ്റു വീഴുന്നത് പോലെ ഞാനും ലോകവും തമ്മിലുള്ളത് ഈ അനായാസേനയുള്ള വിടുതലായിരിക്കണം, ബലം കൂടാതെ. അപ്പോൾ ഉർവാരുകം ഇവ ബന്ധനാത് മുക്ഷീയ മൃത്യോഹോ, മരണത്തിൽ നിന്ന് മോചിപ്പിച്ചാലും. അപ്പോൾ വാസ്തവത്തിൽ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ബന്ധനമാണ് മരണം. അതിൽ നിന്ന് മോചിപ്പിച്ചാലും. മാ അമൃതാത്, മരണമില്ലായ്മയിൽ നിന്നല്ല. മൃത്യോർമ അമൃതം ഗമയ, മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക്. ഇതാണ് ഇതിൻ്റെ ഒരു സാമാന്യ അർത്ഥം.